ഹായ് ഓൾ. നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. സോ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഏരിയ തീർന്നാൽ നമ്മൾ നെക്സ്റ്റ് അടുത്ത പോർഷനിലോട്ട് കിടക്കാൻ പോകുന്നത് ഇറ്റ്സ് കോൾഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ. കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണേ. ഒരു 10 മിനിറ്റ് നേരം അങ്ങ് ശ്രദ്ധിച്ചിരിക്കുവാണെങ്കിൽ ഈ ചാപ്റ്റർ തന്നെ നമുക്ക് അവസാനിപ്പിക്കാം. അതായത് ഈ ചാപ്റ്ററിനകത്ത് 4 മെത്തേഡ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന 2 മെത്തേഡുകളാണ്. ആ 2 മെത്തേഡുകളെ കുറിച്ച് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു 10 മിനിറ്റ് ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി. പറയട്ടെ. സോ ഇവിടെ നോക്കി, ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു വേർഡ്, അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൻ്റെ പേര് ക്യാപിറ്റൽ സ്ട്രക്ചറാണ്. താൽക്കാലികമായിട്ട് നമുക്ക് വേറൊരു പേരിനകത്ത് ഈ ചാപ്റ്ററുമായിട്ട് പറയാം. ഇറ്റ്സ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഫേം. ഫേമിൻ്റെ മാർക്കറ്റ് വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ക്യാപിറ്റൽ സ്ട്രക്ചർ ആണ് ആയിക്കോട്ടെ, യാതൊരു വിധ ഡൗട്ടും കാര്യങ്ങളും അതിനകത്തില്ല. പക്ഷേ ഈ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ ഏതിനെക്കുറിച്ചാണ് നോക്കണേ? നമ്മുടെ ഫേമിൻ്റെ മാർക്കറ്റ് വാല്യൂവിനെ കുറിച്ചാണ് നോക്കണേ. സോ അവിടെ ഏറ്റവും പ്രധാനമായിട്ട് കയറി വരുന്നൊരു സാധനമാണ് മാർക്കറ്റ് വാല്യൂ. എന്താണ് മാർക്കറ്റ് വാല്യൂ? നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മുടെ ക്യാപിറ്റൽ ഏത് രീതിയിൽ വേണേലും ആവാം. ഇക്വിറ്റി മാത്രം ആവാം, അല്ലേ? ഇക്വിറ്റിയും പ്രിഫറൻസും ഡെപ്റ്റും ആവാം, അല്ലെങ്കിൽ ഇക്വിറ്റിയും ഡെപ്റ്റും ആവാം, ആണോ? അല്ലെങ്കിൽ ഇക്വിറ്റിയും പ്രിഫറൻസും ആവാം. സോ ഇങ്ങനെ ഏത് രീതിക്ക് വേണമെങ്കിലും നമ്മുടെ ക്യാപിറ്റൽ ആവാം. ഇങ്ങനെ നമ്മുടെ ക്യാപിറ്റൽ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ കമ്പനിയുടെ വാല്യൂ മാറുമോ, അല്ലെങ്കിൽ കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂ മാറുമോ? എൻ്റെ ചോദ്യം മനസ്സിലായല്ലോ? ഇപ്പോൾ 4 രീതിയിലാണ് ഇപ്പോൾ നമുക്ക് ക്യാപിറ്റൽ വേണമെന്ന് പറഞ്ഞത്. ഒന്നില്ലെങ്കിൽ എന്തുകൊണ്ട് വരാം, ഇക്വിറ്റി മാത്രം 50 ലക്ഷം രൂപയാണ് നമ്മുടെ ക്യാപിറ്റൽ, 50 ലക്ഷത്തിനും ഇക്വിറ്റി ഷെയർസിന് ഇഷ്യൂ ചെയ്യാം. അല്ലെങ്കിൽ ഒരു 25 ലക്ഷത്തിന് ഇക്വിറ്റിയും 25 ലക്ഷത്തിന് പ്രിഫറൻസും ഇഷ്യൂ ചെയ്യാം. ഓപ്ഷൻ നമ്പർ 2. ഓപ്ഷൻ നമ്പർ 3, ഒരു 20 ലക്ഷത്തിന് ഇക്വിറ്റി, 20 ലക്ഷത്തിന് പ്രിഫറൻസ്, 10 ലക്ഷത്തിന് ഡെപ്റ്റ്. ആൻഡ് ദ ലാസ്റ്റ് ഓപ്ഷൻ 40 ലക്ഷത്തിന് ഇക്വിറ്റിയും 10 ലക്ഷത്തിന് ഡെപ്റ്റും. സോ ഇവിടെ നോക്കി, ഇങ്ങനെ ക്യാപിറ്റലിൻ്റെ സ്ട്രക്ചർ മാറുന്നതിനനുസരിച്ച് നമ്മുടെ കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂ മാറുമോ? ഇതാണ് നമ്മുടെ ചോദ്യം. മാറും, ഉറപ്പായിട്ടും മാറും. സോ ഇവിടെ അതിനെക്കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ബേസ് ആയിട്ട് മനസ്സിലാക്കാനുണ്ട്. നമ്മൾ വളരെയധികം ബേസ് ആയിട്ട് മനസ്സിലാക്കാനുണ്ട്. ഇവിടെ നോക്കി, 2 ക്യാപിറ്റൽസിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ 2 മെത്തേഡുകളെ കുറിച്ചാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യണേ. ഇവിടെ പ്രിഫറൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ്റെ പുറകെ നിങ്ങൾ പോകണ്ട. നമുക്കിവിടെ അറിയേണ്ടത് ഡെപ്റ്റും ഇക്വിറ്റിയുമാണ്. ദാറ്റ് മീൻസ് ഇവിടെ നമ്മുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഡെപ്റ്റും ആൻഡ് സെക്കൻഡ് വൺ ഇക്വിറ്റിയാണ്. ഇത് രണ്ടും കൂടെ ചേർന്നതാണ് നമ്മുടെ ക്യാപിറ്റലായിട്ട് പറയുന്നത്. മനസ്സിലായോ? അതായത് നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മാർക്കറ്റ് വാല്യൂ ആണ്, അല്ലേ? ഇതിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്തായിരിക്കും? ഡെപ്റ്റിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്തായിരിക്കും? 50 ലക്ഷം രൂപയ്ക്ക് നമ്മൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തു. 50 ലക്ഷം രൂപയ്ക്ക് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തു. അതിൻ്റെ മാർക്കറ്റ് വാല്യൂ എത്രയായിരിക്കും? 50 ലക്ഷം തന്നെയായിരിക്കും, അല്ലേ? അവിടെ കൂടുതലൊന്നും നമ്മളിൽ നിന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. സോ അവിടെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 50 ലക്ഷം തന്നെയായിരിക്കും, ആണോ? 15 ലക്ഷം രൂപയ്ക്ക് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തു. മാർക്കറ്റ് വാല്യൂ എത്രയാണ്? 15 ലക്ഷം രൂപയാണ്. ദാറ്റ് മീൻസ് അവിടെ ആ ഡിബഞ്ചറിൻ്റെ അല്ലെങ്കിൽ ആ എഗ്രിമെൻറ്റിൻ്റെ ബുക്ക് വാല്യൂ മാർക്കറ്റ് വാല്യൂ നമ്മൾ യാതൊരുവിധ ഡിഫറൻസും കയറി വരുന്നേ ഇല്ല, ആണോ? പക്ഷേ അതേപോലെ നിങ്ങൾക്ക് ഇക്വിറ്റീനെ പറയാൻ പറ്റുമോ? ഇക്വിറ്റീനെ അങ്ങനെ നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റുമോ? കാരണം എന്താ? ഇക്വിറ്റീനെ അങ്ങനെ പറയാൻ പറ്റില്ല എന്ന് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? ഇൻവെസ്റ്റേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് ഇതിൻ്റെ മാർക്കറ്റ് വാല്യൂ കൂടിക്കൊണ്ടേയിരിക്കും. എങ്ങനെയാ? ഇൻവെസ്റ്റേഴ്സിൻ്റെ, ദാറ്റ് മീൻസ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് ഇതിൻ്റെ വാല്യൂ കൂടിക്കൊണ്ടേയിരിക്കും, ആണോ? അവരുടെ എക്സ്പെക്റ്റേഷൻ ഏത് രീതിയിൽ തീരുമാനിക്കാം? ഒരു കുഞ്ഞ് എക്സാമ്പിളും കൂടെ ഞാൻ ഇതിനകത്ത് കൊണ്ടുവരാം. അതായത് 10,000 രൂപ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട് ഏതോ ഒരു ഡെപ്പോസിറ്റ്. ആ ഡെപ്പോസിറ്റിൻ്റെ മുകളിൽ നിങ്ങൾക്ക് 10,000 രൂപ ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ 10% വിചാരിക്കുക. എത്രയാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ എന്ന് നമുക്കറിയില്ല. പക്ഷേ 10%, എത്രയാണോ ഇൻവെസ്റ്റ്മെൻറ്റ്, അത് ഇൻവെസ്റ്റ് ചെയ്യുന്ന നേരത്ത് അതിൻ്റെ 10% നമുക്ക് എന്തായിട്ട് കിട്ടണം? റിട്ടേൺ ആയിട്ട് കിട്ടണം. അങ്ങനെ റിട്ടേൺ ആയിട്ട് കിട്ടേണ്ട എമൗണ്ട് 10,000 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എത്ര വരും? 1 lakh rupees ആയിരിക്കും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ. ഒരിക്കൽ കൂടെ, അതായത് 1 ലക്ഷം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ 1 ലക്ഷം രൂപ ഉണ്ടായിരിക്കണം.
ആ 1,00,000 രൂപ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ ഉണ്ടെങ്കിൽ മാത്രമേ 10,000 റുപ്പീസ് നമുക്ക് റിട്ടേൺ കിട്ടുന്നുള്ളൂ. ആണോ? ഈ 10,000 റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് എത്ര ശതമാനമാണ്? നമ്മുടെ ഇൻവെസ്റ്റിൻ്റെ 10% നമുക്ക് റിട്ടേൺ കിട്ടണം എന്നാണ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ. സോ ഇവിടെ നോക്കി, ഇവിടെ 10,000 നമുക്ക് റിട്ടേൺ കിട്ടും. നമ്മുടെ എക്സ്പെക്റ്റേഷൻ 10% ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 1,00,000 രൂപയായിരിക്കും. സിറ്റുവേഷൻ മനസ്സിലായി? ഇതേ ചിന്താഗതിയിൽ നിങ്ങൾ ഇക്വിറ്റി ഷെയർസിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത അതേ രീതിയിൽ തന്നെ, എങ്ങനെയാ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന അതേ രീതിയിൽ തന്നെ നിങ്ങൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. അവരുടെ റിട്ടേൺ, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ റിട്ടേൺ ആണോ? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ റിട്ടേൺ, കമ്പനിയിൽ നിന്ന് അവർക്ക് ഉണ്ടാവുന്ന റിട്ടേൺ, നമ്മൾ ഇക്വിറ്റിക്കകത്ത് പറഞ്ഞതുപോലെ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനകത്ത് പറഞ്ഞതുപോലെ മേ ബി ഡിവിഡൻഡ് ആവാം, അല്ലെങ്കിൽ EPS ആവാം, എന്ത് വേണേലും ആവാം. സോ അവരുടെ റിട്ടേൺ എത്രയാണെന്ന് നമുക്കറിയില്ല. ആ റിട്ടേൺ ഡിവൈഡഡ് ബൈ അവരുടെ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് ആരുടെ എക്സ്പെക്റ്റേഷൻ? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് KE ആണ്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. എല്ലാം കണക്റ്റഡ് ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ വാല്യൂ കിട്ടും, ഇക്വിറ്റി ഷെയറിൻ്റെ മാർക്കറ്റ് വാല്യൂ കിട്ടും. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ? അതായത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ ഡിവൈഡഡ് ബൈ അവരുടെ എക്സ്പെക്റ്റേഷൻ. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷനാണ് നമ്മൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറഞ്ഞത്. അത് വെച്ച് ഡിവൈഡ് ചെയ്യുന്ന നേരത്ത് നമുക്ക് എന്ത് കിട്ടും? വാല്യൂ എന്ന് പറയുന്ന സാധനം കിട്ടും. മനസ്സിലായോ? കുറേ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ചാപ്റ്റർ അങ്ങ് അവസാനിപ്പിക്കാം. മനസ്സിലായല്ലോ? സോ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിന് പേര് പറഞ്ഞതെങ്കിലും ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മാർക്കറ്റ് വാല്യൂ ഓഫ് ഫേം ആണ്. മാർക്കറ്റ് വാല്യൂ ഓഫ് ഫേം, നമ്മുടെ ഫേമിൻ്റെ വാല്യൂ എത്രയാണ്? ആ വാല്യൂ കണ്ടുപിടിക്കാൻ നേരത്ത് ക്യാപിറ്റലിനെ നമ്മൾ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യണേ. ഒന്നില്ലെങ്കിൽ ഡിബഞ്ചർ ആയിരിക്കും, അല്ലെങ്കിൽ ഇക്വിറ്റി ആയിരിക്കും. ഡിബഞ്ചറിന് യാതൊരുവിധ വാല്യൂ വ്യത്യാസം ഉണ്ടാവാനുള്ള സാധ്യതയില്ല. കാരണം എന്താ? അതൊരു കടപ്പത്രമാണ് അല്ലേ? 50 ലക്ഷം രൂപ കടം വാങ്ങിച്ചു. നമ്മുടെ കണക്ക് പ്രകാരം അത് 50 ലക്ഷം രൂപയാണ്. അത് നമുക്ക് കടം തന്നവനും 50 ലക്ഷം രൂപയാണ്. അതിനകത്ത് വാല്യൂവിൽ യാതൊരുവിധ വ്യത്യാസം വരാനുള്ള സാധ്യതയില്ല. പക്ഷേ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇക്വിറ്റിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. മനസ്സിലായി? ഇക്വിറ്റിയുടെ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ബാങ്കിൻ്റെ കാര്യം പറഞ്ഞത്. അതേപോലെ തന്നെയാണ് ഇവിടെ ഇക്വിറ്റിക്ക് കമ്പനിയിൽ നിന്ന് കൊടുക്കുന്ന റിട്ടേൺ എത്രയാണോ ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. എങ്ങനെയാ? ഇക്വിറ്റിക്ക് കമ്പനിയിൽ നിന്ന് കൊടുക്കുന്ന റിട്ടേൺ എത്രയാണോ ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ചെയ്യുന്ന നേരത്ത് നമുക്ക് എന്ത് കിട്ടും? പറഞ്ഞേ, ഇക്വിറ്റിയുടെ മാർക്കറ്റ് വാല്യൂ കിട്ടും. സോ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ ഈ പറഞ്ഞതുപോലെ അവരുടെ എക്സ്പെക്റ്റേഷൻ ഡിവൈഡഡ് ബൈ KE. മനസ്സിലായോ? അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന റിട്ടേൺ, കമ്പനിയിൽ നിന്ന് അവർക്ക് കൊടുക്കുന്ന റിട്ടേൺ ഡിവൈഡഡ് ബൈ KE ചെയ്യുമ്പോൾ ഇക്വിറ്റിയുടെ വാല്യൂ കിട്ടും. ഈ രണ്ട് വാല്യൂയും കൂടെ ആഡ് ചെയ്യുമ്പം വാല്യൂ ഓഫ് ഫേം എന്ന് പറയുന്ന സാധനം വരും. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ സിമ്പിളാക്കിയിട്ട് ഒറ്റ ഇക്വേഷനായിട്ട് നമുക്ക് എഴുതാം. ഹിയർ വാല്യൂ ഓഫ് ഫേം V equal to S plus D or S plus B. ഏത് വേണേലും യൂസ് ചെയ്യാം. ചിലതിനകത്ത് നമ്മൾ S+B എന്നാണ്, അല്ലെങ്കിൽ എന്ത് വേണേലും ആവാം. ഹിയർ വാല്യൂ ഓഫ് ഫേം V equal to S plus D. ഹിയർ S is equal to value of equity and D equal to value of debt. എസിനെ വാല്യൂ ഓഫ് ഇക്വിറ്റി എന്നും ഡിനെ വാല്യൂ ഓഫ് ഡെപ്റ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. മനസ്സിലായി? ഇവിടെ വാല്യൂ ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്ന സാധനം കോൺസ്റ്റന്റ് ആയിരിക്കും. യാതൊരുവിധ കാരണവശാലും മാറാൻ യാതൊരുവിധ സാഹചര്യവും ഇല്ല. ഇവിടെ വ്യത്യാസം വരുന്നത് ഏതിന് മാത്രമാണ്? വാല്യൂ ഓഫ് ഇക്വിറ്റിക്ക് മാത്രമാണ്. ഇവിടെ വാല്യൂ ഓഫ് ഇക്വിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം നമ്മൾ വീണ്ടും തിരിച്ചു കൊണ്ടുവരികയാണ്. വാല്യൂ ഓഫ് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ കമ്പനിയിൽ നിന്ന് അവർക്ക് കൊടുക്കുന്ന റിട്ടേൺ ഡിവൈഡഡ് ബൈ അവരുടെ എക്സ്പെക്റ്റേഷൻ ചെയ്യുന്ന നേരത്ത് നമുക്ക് എന്ത് കിട്ടും? എസ് എന്ന് പറയുന്ന സാധനം കിട്ടും, അല്ലെങ്കിൽ വാല്യൂ ഓഫ് ഇക്വിറ്റി എന്ന് പറയുന്ന സാധനം കിട്ടും. ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ബേസ് ആണ് നമ്മളിവിടെ പറഞ്ഞത്. ദ സെക്കൻഡ് വൺ, ഒരു ബേസും കൂടെ പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തിയറംസിലോട്ട് കിടക്കാം. ഒറ്റ ബേസ്. കമ്പനിയിൽ ഡെപ്റ്റ് കൊണ്ടുവരുന്നത് നല്ലതാണോ അല്ലയോ? ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടെ, കമ്പനിയുടെ ക്യാപിറ്റലിനകത്ത് ഡെപ്റ്റ് കൊണ്ടുവരുന്നത് നല്ലതാണോ തെറ്റാണോ? അതായത്
കമ്പനിയുടെ ക്യാപിറ്റലിനകത്ത് ഡിബഞ്ചർ കൊണ്ടുവരുന്നത് ശരിയാണോ തെറ്റാണോ? ആലോചിച്ച് നോക്കി. ഡിബഞ്ചർ കൊണ്ടുവരുന്നത് കൊണ്ടുള്ള ദോഷം എന്തായിരിക്കും? ചുമ്മാ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കി. ഡിബഞ്ചർ കമ്പനിക്കകത്ത് കൊണ്ടുവരുന്നത് കൊണ്ടുള്ള ദോഷം എന്തായിരിക്കും? കമ്പനി ലാഭമാണെങ്കിലും അല്ലെങ്കിൽ കമ്പനി നഷ്ടമാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഡിബഞ്ചറിന് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ? എങ്ങനെയാ? കമ്പനി ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും ഡിബഞ്ചറിന് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഡിബഞ്ചർ കൊണ്ടുവരുന്നത് തെറ്റല്ലേ? കൺഫ്യൂഷൻ ആയോ? ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ഞാൻ പറയാം. ഇക്വിറ്റിയും ഡെപ്റ്റും മാത്രമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യണേ. സോ ഡെപ്റ്റ് അല്ലെങ്കിൽ ഡിബഞ്ചർ എന്ന് പറയുന്ന സാധനത്തിനെ ക്യാപിറ്റലായിട്ട് കൊണ്ടുവരുന്ന നേരത്ത് കമ്പനിക്ക് നല്ലതാണോ ചീത്തയാണോ എന്നാണ് ചോദിച്ചത്. അതിൻ്റെ ഒരു സൈഡ് മാത്രമാണ് നമ്മൾ പറഞ്ഞത്. ഡെപ്റ്റ് കൊണ്ടുവന്നാൽ കമ്പനിക്ക് ലാഭമില്ലെങ്കിൽ പോലും, കമ്പനി പ്രോഫിറ്റബിൾ അല്ലെങ്കിൽ പോലും ഏത് കൊടുക്കേണ്ടി വരും? ഡിബഞ്ചറിന് ഇൻട്രസ്റ്റ് നിർബന്ധമായിട്ടും കൊടുക്കേണ്ടി വരും. സോ അങ്ങനെ നോക്കുമ്പോൾ ഡിബഞ്ചർ എന്ന് പറയുന്ന സാധനം കൊണ്ടുവരുന്നത് തെറ്റാ ആണോ? അല്ല, ഡിബഞ്ചർ എന്ന് പറയുന്ന സാധനം കൊണ്ടുവരുന്നത് തെറ്റാ. ഇനി ഇതിൻ്റെ വേറൊരു സൈഡ് ആലോചിച്ച് നോക്കി. ഇറ്റ്സ് എ സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ് ഡെപ്റ്റ്. അതായത് ഇതിൻ്റെ മറുവശം പറയുകയാണെങ്കിൽ ഡെപ്റ്റ് വരുന്നത് കൊണ്ട് ഇക്വിറ്റിക്ക് ബെനിഫിറ്റ് ഉണ്ടാവും. എങ്ങനെയാ? ഡെപ്റ്റ് ക്യാപിറ്റൽ എന്ന് പറയുന്ന സാധനം കൊണ്ടുവരുന്നത് കൊണ്ട് ഇക്വിറ്റിക്ക് ബെനിഫിറ്റ് ഉണ്ടാവും. ദാറ്റ് മീൻസ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ബെനിഫിറ്റ് ഉണ്ടാവും. മനസ്സിലായോ? അത് നമുക്കൊരു ഒരു കുഞ്ഞ് എക്സാമ്പിൾ പറഞ്ഞിട്ട് നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമ്മുടെ എക്സാമ്പിൾ അനുസരിച്ച് ഒരു രണ്ട് സിറ്റുവേഷൻ ഞാൻ നിങ്ങൾക്ക് പറയാം. നമ്മുടെ ആവശ്യം എന്താ? നമ്മളിപ്പോൾ എന്തിനെക്കുറിച്ചാണ് പറയണേ? നമുക്ക് സപ്പോസ് നമ്മുടെ കമ്പനിക്ക് 1 കോടി രൂപയുടെ ക്യാപിറ്റൽ വേണം. ക്യാപിറ്റൽ 1 CR വേണം. സപ്പോസ് നമ്മളിവിടെ നിൽക്കുന്നത് എന്തിനാ? കമ്പനിക്കകത്ത് ഡെപ്റ്റ് കൊണ്ടുവരുന്നത് നല്ലതാണോ ചീത്തയാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നിൽക്കണേ, അല്ലേ? ആദ്യത്തെ സിറ്റുവേഷൻ നമ്മൾ പറഞ്ഞത് എന്താ? ഡെപ്റ്റ് എന്ന് പറയുന്നത് ചീത്തയാ. അല്ലെങ്കിൽ കമ്പനിക്കകത്ത് ഡെപ്റ്റ് കൊണ്ടുവന്നാലുള്ള പ്രശ്നം, കമ്പനിക്ക് എന്തില്ലെങ്കിൽ പോലും പ്രോഫിറ്റ് ഇല്ലെങ്കിൽ പോലും ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. സോ കമ്പനിക്കകത്ത് ഡെപ്റ്റ് കൊണ്ടുവരുന്നത് ശരിയല്ല. മനസ്സിലായോ? രണ്ടാമത്തെ സാഹചര്യം പറഞ്ഞത് അങ്ങനെയല്ല. ചില സാഹചര്യങ്ങളിൽ കമ്പനിക്കകത്ത് ഡെപ്റ്റ് കൊണ്ടുവരാം, അതുകൊണ്ട് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് നല്ലതാണ് എന്നാണ് പറഞ്ഞത്. അതിൻ്റെ എക്സാമ്പിളാണ് ഞാൻ പറയണേ. നമുക്ക് 1 CR ക്യാപിറ്റൽ വേണം, 1 കോടി രൂപ നമുക്ക് ക്യാപിറ്റൽ വേണം. ഞാൻ 2 സിറ്റുവേഷൻസ് പറയാം. സിറ്റുവേഷൻ നമ്പർ 1, ആദ്യത്തെ സിറ്റുവേഷനിൽ നമ്മൾ ഇതിനെ രണ്ടിനെയും ഡിവൈഡ് ചെയ്യാൻ പോവാണ്. അതായത് 50 ലക്ഷം രൂപ നമ്മൾ ഡെപ്റ്റായിട്ടും 50 ലക്ഷം രൂപ നമ്മൾ ഇക്വിറ്റി ആയിട്ടും ചെയ്യാൻ പോവാണ്. ഈ ഡെപ്റ്റിന് സപ്പോസ് ഒരു 7% ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് ഡിബഞ്ചേഴ്സിന് 7% പലിശ കൊടുക്കണം. 50 lakh ഇക്വിറ്റിയാണ്. അത് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യണേ. 5 lakh ഇക്വിറ്റി at the rate of 10 each. നമ്പർ 1. സിറ്റുവേഷൻ നമ്പർ 2, ഇതേപോലെ തന്നെ 1 കോടി രൂപ നമുക്ക് ക്യാപിറ്റൽ വേണം. 1 CR നമുക്ക് ക്യാപിറ്റൽ വേണം. സോ നമ്മൾ ഡെപ്റ്റ് കൂട്ടാൻ പോവുക. മനസ്സിലായോ? നമ്മുടെ കമ്പനിക്കകത്ത് നമ്മൾ ഡെപ്റ്റ് കൂട്ടാൻ പോവുക. അതായത് നമ്മൾ നമ്മുടെ ഡെപ്റ്റ് 70 ലക്ഷം രൂപയാക്കാൻ പോവുകയാണ്. ഡെപ്റ്റ് 7% തന്നെ പലിശയാണ്. 70 ലക്ഷം രൂപ ഡെപ്റ്റാക്കി. സോ ബാക്കി 30 ലക്ഷം രൂപ മാത്രമാണ് നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യാൻ പോണേ? ഇക്വിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പോണേ. അതും ഇങ്ങനെയാണ്. 3 ലക്ഷം രൂപ അല്ലെങ്കിൽ 3 ലക്ഷം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അറ്റ് ദ റേറ്റ് ഓഫ് 10 each. 2 സിറ്റുവേഷൻ മനസ്സിലായി നിങ്ങൾക്ക്? രണ്ടവിടെയും നമുക്ക് 1 കോടി രൂപ തന്നെയാണ് ക്യാപിറ്റലായിട്ട് വേണ്ടത്. 1 കോടി രൂപ തന്നെയാണ് ക്യാപിറ്റലായിട്ട് വേണ്ടത്. പക്ഷേ നോക്കിയേ, 2 സിറ്റുവേഷൻ. സാധാരണ രീതിയിൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്നാ, നമ്മൾ പഠിച്ചൊരു കാര്യം എന്നാ, കടം എടുക്കുന്നത് തെറ്റാ, അല്ലേ? അതായത് കമ്പനിയുടെ ക്യാപിറ്റലിനകത്ത് ഡെപ്റ്റ് കൊണ്ടുവരുന്നത് തെറ്റാ. പക്ഷേ ഞാനിവിടെ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം അങ്ങനെയല്ല. ഡെപ്റ്റ് കൊണ്ടുവരുന്നത് കൊണ്ട് കമ്പനിക്ക് അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ചിലപ്പം എന്നും ഉണ്ടാവും, മെച്ചം ഉണ്ടാവും. സിറ്റുവേഷൻ മനസ്സിലായോ? അതായത് നോക്കി, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഞാൻ പറയാം. ഇതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. 50 lakhs 7% ഡെപ്റ്റ്, 50 lakhs 5 ലക്ഷം 10 അല്ലെങ്കിൽ 10 രൂപ വെച്ച് 5 ലക്ഷം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. നോക്കി, സപ്പോസ് നമ്മുടെ EBIT എന്ന് പറയുന്നത്, ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്ന് പറയുന്നത് ഒരു 15 ലക്ഷമാണെന്ന് വിചാരിക്കുക. 2 സിറ്റുവേഷനിലും 15 lakhs. ഓക്കെ, ഇൻട്രസ്റ്റ് വേണം, അല്ലേ? ഇൻട്രസ്റ്റ് മൈനസ് ചെയ്യണം. ആദ്യത്തെ സിറ്റുവേഷനിൽ എത്രയാണ് ഇൻട്രസ്റ്റ്? 50 ലക്ഷത്തിൻ്റെ ഇൻറ്റു 7%.
നോക്കി എത്ര വരും? 3,50,000 വരും. മൈനസ് 15 lakh ചെയ്യുന്ന നേരത്ത് നമുക്ക് 11,50,000 rupees വരും. 15 ലക്ഷം രൂപ നമുക്ക് EBIT ഉണ്ടായിരുന്നു, ഇൻട്രസ്റ്റ് നമ്മൾ മൈനസ് ചെയ്തു. സോ ബാലൻസ് ഏർണിങ്സ് ബിഫോർ ടാക്സ് EBT എന്ന് പറയുന്ന സാധനം 11,50,000 രൂപ വരും. രണ്ടാമത്തെ സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കി, അവിടെ 70 ലക്ഷം ഡെപ്റ്റാ. സോ 70 ലക്ഷം ഇൻറ്റു 7%, 4,90,000 രൂപ വരും. മൈനസ് 15 lakhs ചെയ്യുന്ന നേരത്ത് EBT എന്ന് പറയുന്ന സാധനം 10,10,000 രൂപ വരും. മനസ്സിലായോ? ഇനി ടാക്സ് നമുക്ക് മൈനസ് ചെയ്യാം. സപ്പോസ് ടാക്സ് എന്ന് പറയുന്നത് 50% ആണെന്ന് വിചാരിക്കുക. സോ എത്ര വരും? ആദ്യത്തെ 11,50,000 ഡിവൈഡ് ബൈ 2, 5,75,000 വരും. രണ്ടാമത്തേനകത്തും 5,05,000 വരും. എന്താ ടാക്സ് ടാക്സാ. സോ ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് 5,75,000 ആൻഡ് 5,05,000. ഇനി നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്, നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ആദ്യത്തെ കേസിനകത്ത് എത്രയാണ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്? ഇവിടെ നോക്കി 5 ലക്ഷമാണ് ആദ്യത്തെ കേസിനകത്ത് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. രണ്ടാമത്തേനകത്തോ 3 ലക്ഷം ആണ് രണ്ടാമത്തേനകത്തുള്ള ഇക്വിറ്റി ഷെയർസ് ആണല്ലോ. കാരണം എന്താ, ഇവിടെ 70 ലക്ഷത്തിൻ്റെ ഡെപ്റ്റാ. സോ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇവിടെ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത് 5 lakhും ഇവിടെ 3 lakhുമാണ്. അങ്ങനെയാണെങ്കിൽ EPS എത്ര വരും? ഓരോ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഏർണിങ്സ് 5,75,000 ഡിവൈഡഡ് ബൈ 5 lakh 1.15 വരും. And the next one, $1.68 വരും. സോ നോക്കിയേ ഇവിടെ ഡെപ്റ്റ് കൂടിയത് കൊണ്ട് ഏതിന് വർധനവുണ്ടായി? EPS കൂടി. ഇനി ഞങ്ങൾ പറഞ്ഞേ ഡെപ്റ്റ് കൂടുന്നത് ശരിയാണോ തെറ്റാണോ? ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അല്ലെങ്കിൽ ചെയ്ത എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ഡെപ്റ്റ് കൂട്ടി, നമ്മുടെ കടബാധ്യത കൂട്ടി, നമ്മുടെ ക്യാപിറ്റലിനകത്ത് നമ്മുടെ ബാധ്യത കൂട്ടുമ്പോൾ നമുക്ക് ഒരു കാരണവശാലും ഗുണമുണ്ടാവരുത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല വന്നേ. നമ്മുടെ ഡെപ്റ്റ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഏത് കൂടി കിട്ടി? EPS എന്ന് പറയുന്ന സാധനം കൂടി കിട്ടി, അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ എക്സ്പെക്ടേഷൻ കൂടി കിട്ടി. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? സോ നമ്മുടെ ക്യാപിറ്റലിനകത്ത് ഒരു പരിധി വരെ ഡെപ്റ്റ് കൊണ്ടുവരുന്നത് നല്ലതാണ്. പറഞ്ഞ മനസ്സിലായല്ലോ? സോ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, അല്ലെങ്കിൽ രണ്ട് പ്രധാനപ്പെട്ട കോൺസെപ്റ്റാണ് നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കി തരാൻ ശ്രമിച്ചത്. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഈ ചാപ്റ്ററിനെ നമുക്ക് മാർക്കറ്റ് വാല്യൂ ഓഫ് ഫേം എന്ന് പറയാം, അല്ലേ? ആ മാർക്കറ്റ് വാല്യൂവിനകത്ത് രണ്ട് കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഡെപ്റ്റും ഒന്ന് ഇക്വിറ്റിയും. ഡെപ്റ്റിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആണ്, മാറത്തേയില്ല. ഇക്വിറ്റിയുടെ വാല്യൂ ആണ് മാറിക്കൊണ്ടിരിക്കണേ. സോ ഇക്വിറ്റിയുടെ വാല്യൂ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇക്വിറ്റിക്ക് കൊടുക്കേണ്ട റിട്ടേൺ ഡിവൈഡഡ് ബൈ അവർ എക്സ്പെക്ടേഷൻ, KE. മനസ്സിലായോ? ഇക്വിറ്റിക്ക് കൊടുക്കേണ്ട റിട്ടേൺ ഡിവൈഡ് ബൈ അവർ എക്സ്പെക്ടേഷൻ, KE ചെയ്യുമ്പം ഇക്വിറ്റിയുടെ വാല്യൂ കിട്ടും. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ നിന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്ന സാധനത്തിനകത്ത് ഡെപ്റ്റ് കൊണ്ടുവരുന്നത് നല്ലതാണോ നല്ലതല്ലയോ? ചില സാഹചര്യങ്ങളിൽ നല്ലതല്ല. ഇപ്പം നമുക്ക് ലോസ് മാത്രമാണ് ഉണ്ടായേ. ലോസ് മാത്രമാവുന്ന സാഹചര്യത്തിൽ ഡെപ്റ്റ് ഉണ്ടാവുന്നത് നല്ലതല്ല. പക്ഷേ ഇതേപോലുള്ള കേസുകൾ വരുന്ന നേരത്ത് ഡെപ്റ്റ് കൊണ്ടുവരുന്നത് നല്ലതാണ്. മനസ്സിലായോ? സോ അണ്ടർ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പ്രോപ്പർ കോമ്പിനേഷൻ ആയിരിക്കണം. നമ്മുടെ കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പ്രോപ്പർ കോമ്പിനേഷൻ ആയിരിക്കണം. ഓക്കെ, പറഞ്ഞത് മനസ്സിലായെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഇതിൻ്റെ തിയറംസിലോട്ട് കിടക്കാം. അതും ഇതേപോലെ തന്നെ എളുപ്പമായിട്ട് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. രണ്ട് തിയറംസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് രണ്ടും ഒരുമിച്ച് പഠിക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടെ നിങ്ങൾക്ക് നല്ലത്. The first one is called net income approach, and the second one is called net operating income approach. Net income approach, and the second one is called net operating income approach. നോക്കി, നമ്മൾ നേരത്തെ പറഞ്ഞൊരു സാധനം കൊണ്ടുവരുവാണേ. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് വാല്യൂ ഓഫ് ഫേം V ആണ്, അല്ലേ? V ഈക്വൽ ടു
എസ് പ്ലസ് ബി അല്ലെങ്കിൽ എസ് പ്ലസ് ഡി. എസ് എന്ന് പറയുന്നത് വാല്യൂ ഓഫ് ഇക്വിറ്റി, ഡി എന്ന് പറയുന്നത് വാല്യൂ ഓഫ് ഡെപ്റ്റ്. മനസ്സിലായോ? ചെയ്ത കാര്യം മനസ്സിലായല്ലോ. സോ നമുക്ക് വി ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് രണ്ട് അപ്രോച്ചാണുള്ളത്, നെറ്റ് ഇൻകം അപ്രോച്ചും നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചും. നമ്മൾ നോക്കി നേരത്തെ എഴുതിയ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ വീണ്ടും കൊണ്ടുവരുന്നു. അതായത് EBIT, ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, ഇതിനകത്ത് നിന്ന് ഇൻട്രസ്റ്റ് മൈനസ് ചെയ്തു, ഏർണിങ്സ് ബിഫോർ ടാക്സ് കിട്ടി. രണ്ട് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. അതായത് EBIT എന്ന് പറയുന്നത് ആർക്കൊക്കെ കൂടെ ഉള്ളതാ? ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. ഒരു 5 ലക്ഷം രൂപ നമുക്ക് EBIT ഉണ്ടായിരുന്നു. കമ്പനിക്ക് കഴിഞ്ഞ പ്രീവിയസ് ഇയറിനകത്ത് 5 ലക്ഷം രൂപയുടെ EBIT ഉണ്ടായിരുന്നു, ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്ന് പറഞ്ഞിട്ട് 5 ലക്ഷം രൂപയുടെ ഉണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം ഈ 5 ലക്ഷം രൂപ ആർക്കൊക്കെ അവകാശപ്പെട്ടതാ? ഡെപ്റ്റിനും ഇക്വിറ്റിക്കും അവകാശപ്പെട്ടതാ അല്ലേ? കാരണം ഈ 5 ലക്ഷത്തിൽ നിന്നാണ് ഇൻട്രസ്റ്റ് മൈനസ് ചെയ്യണേ, എന്നിട്ടാണ് ഇക്വിറ്റിക്ക് നമുക്ക് കൊടുക്കണേ. EBT എന്ന് പറയുന്നത് ഏർണിങ്സ് ബിഫോർ ടാക്സ്. ഇനി ആർക്കും കൊടുക്കാനില്ല, അത് ആർക്കുള്ളത് തന്നെയാണ്? നമ്മുടെ ഇക്വിറ്റിക്ക് തന്നെ ഉള്ളതാണ്. സിറ്റുവേഷൻ മനസ്സിലായോ? ആൻഡ് ദ നെക്സ്റ്റ് വൺ EBT എന്ന് പറയുമ്പോഴോ, അതായത് ഈ 5 ലക്ഷത്തിൽ 1 ലക്ഷം രൂപ ഇൻട്രസ്റ്റ് മൈനസ് ചെയ്തു, ബാലൻസ് 4 ലക്ഷം രൂപയാണ് EBT ഉള്ളത്, 4 ലാക്ക് ആണ് EBT ഉള്ളത്. ഈ EBT ആർക്കുള്ളതാണ്? ഇക്വിറ്റിക്ക് ഉള്ളതാണ്. കാരണം എന്താ? ഇനി ആർക്കൊന്നും കൊടുക്കാനില്ല, ഈ പറയുന്നത് പോലെ ഡിബഞ്ചർ ഹോൾഡേഴ്സിനൊന്നും കൊടുക്കാനില്ല. സിറ്റുവേഷൻ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വൺസ് മോർ, EBIT മൈനസ് ഇൻട്രസ്റ്റ് EBT കിട്ടും. EBIT എന്ന് പറയുന്നത് കമ്പനിയുടെ ആക്ച്വൽ പ്രോഫിറ്റ് ആണ്, അല്ലെങ്കിൽ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണ് EBIT. EBIT is also called operating profits. കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് ഇൻകം ആണ് EBIT. ആ EBIT എന്ന് പറയുന്നത് ഇക്വിറ്റിക്കും ഡെപ്റ്റിനും ഒരേപോലെ അവകാശപ്പെട്ടതാണ്. പക്ഷേ അതിൽ നിന്ന് ഡിബഞ്ചറിന് ഇൻട്രസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയുള്ളത് EBT ആണ്. EBT ആർക്ക് മാത്രം അവകാശപ്പെട്ടതാ? നമ്മുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് മാത്രമായിട്ട് അവകാശപ്പെട്ടത്. മനസ്സിലായി? സോ ഇവിടെ ഇവരുടെ രണ്ടുപേരുടെയും ഏതും കൂടെ നമ്മൾ ചെക്ക് ചെയ്യണം. ഇവരുടെ രണ്ടുപേരുടെയും റിട്ടേണും കൂടെ ചെക്ക് ചെയ്യണം. അതായത് EBIT എന്ന് പറയുന്നത് ഇക്വിറ്റിക്കും ഡെപ്റ്റിനും അവകാശപ്പെട്ടതാണ്. പക്ഷേ EBT എന്ന് പറയുന്നത് ഇക്വിറ്റിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. മനസ്സിലായോ? ഇവിടെ EBIT-നെ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം എന്നും, അത് ഓപ്പറേറ്റിംഗ് ഇൻകമാണ്. ഓക്കെ, EBIT-നെ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം എന്നും EBT-നെ നെറ്റ് ഇൻകം എന്നും പറയുന്നു. ഓക്കെ, നമ്മൾ ഇതൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ കൊണ്ടുവരണേ? EBIT-നെ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം എന്നും EBT-നെ നെറ്റ് ഇൻകം എന്നും പറയുന്നു. സോ അണ്ടർ നെറ്റ് ഇൻകം അപ്രോച്ച് നമ്മളിവിടെ ബേസ് ആയിട്ട് എടുക്കുന്നത് എന്താ? EBT-നെയാണ്. മനസ്സിലായോ? അല്ലെങ്കിൽ നമുക്ക് ആ വേർഡ് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ആ വേർഡ് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ദാറ്റ് മീൻസ് നെറ്റ് ഇൻകം അപ്രോച്ച്. ഇവിടെ നെറ്റ് ഇൻകം എന്ന് പറയുന്നത് ആർക്ക് അവകാശപ്പെട്ടതാ? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവകാശപ്പെട്ടതാ. സോ നെറ്റ് ഇൻകം അവരുടെ റിട്ടേൺ ഡിവൈഡ് ബൈ അവരുടെ എക്സ്പെക്റ്റേഷൻ ചെയ്യുന്ന നേരത്ത് നമുക്ക് എന്ത് കിട്ടും? എസ് കിട്ടും. ഒരിക്കൽ കൂടെ, നെറ്റ് ഇൻകം അണ്ടർ നെറ്റ് ഇൻകം അപ്രോച്ച്. നെറ്റ് ഇൻകം എന്ന് പറയുന്നത് ഇത് ആർക്ക് അവകാശപ്പെട്ടതാ? ഇൻവെസ്റ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ റിട്ടേൺ ആണോ? സോ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ റിട്ടേൺ ഡിവൈഡ് ബൈ KE. നമ്മൾ ആ ബാങ്കിൻ്റെ പറഞ്ഞ കാര്യം ഓർത്തെ, 10,000 rupees നമ്മുടെ റിട്ടേൺ, നമ്മുടെ എക്സ്പെക്ടേഷൻ 10%. അങ്ങനെയാണെങ്കിൽ 1 lakh ആണ് നമ്മുടെ വാല്യൂ അല്ലേ? അതേപോലെ തന്നെയാണ് ഇവിടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് നെറ്റ് ഇൻകമാണ്. സോ നെറ്റ് ഇൻകം ഡിവൈഡ് ബൈ KE, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ചെയ്യുമ്പോൾ എസ് കിട്ടും. ദാറ്റ് മീൻസ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി എന്ന് പറയുന്ന സാധനം കിട്ടും. പ്ലസ് ഇതിൻ്റെ കൂടെ ഡെപ്റ്റിൻ്റെ വാല്യൂ ആഡ് ചെയ്താൽ വി കിട്ടി. V = S + D. ഡെപ്റ്റിൻ്റെ വാല്യൂവിനെ കുറിച്ച് കൂടുതലായിട്ട് പറയാനൊന്നുമില്ല, കൺഫ്യൂസ് ചെയ്യാനൊന്നുമില്ല. പ്രോബ്ലത്തിനകത്ത് തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമുക്കത് കോൺസ്റ്റൻ്റ് ആണെന്ന് അറിയാം. 30 ലക്ഷം രൂപയുടെ ഡിബഞ്ചർ, അല്ലെങ്കിൽ 50 ലക്ഷം രൂപയുടെ ഡിബഞ്ചർ, 25 ലക്ഷത്തിൻ്റെ ഡിബഞ്ചർ, ഇത് ഒരു കാരണവശാലും മാറത്തൊന്നുമില്ല. ഇതിന് മാർക്കറ്റ് വാല്യൂ ചേഞ്ച് ആവത്തൊന്നുമില്ല. പക്ഷേ ഇക്വിറ്റിയുടെ നോക്കി, നെറ്റ് ഇൻകം കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ നെറ്റ് ഇൻകം കുറയുന്നതിനനുസരിച്ച് നമുക്ക് എന്തിനകത്ത് വ്യത്യാസം വന്നുകൊണ്ടേയിരിക്കും? ഈ പറയുന്ന പോലെ ഡെപ്റ്റിനകത്ത് വ്യത്യാസം വന്നുകൊണ്ടേയിരിക്കും. മനസ്സിലായോ?
മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച്. നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച് എന്ന് പറയുന്നത് EBIT ആണ്, അല്ലെങ്കിൽ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം എന്ന് പറയുന്നത് EBIT ആണ്. ആണോ? EBIT ആർക്ക് അവകാശപ്പെട്ടതാ? EBIT ആർക്ക് അവകാശപ്പെട്ടതാ? ഇക്വിറ്റിക്കും ഡെപ്റ്റിനും അവകാശപ്പെട്ടതാ അല്ലേ? അല്ലെങ്കിൽ EBIT എന്ന് പറയുന്നത് രണ്ടു പേർക്കും കൂടെ അവകാശപ്പെട്ടതാണ്, അല്ലെങ്കിൽ നമ്മുടെ ഫേമിൻ്റെ വാല്യൂ ആണ് EBIT. ദാറ്റ് മീൻസ് EBIT ഡിവൈഡഡ് ബൈ KO. KO നമ്മൾ പഠിച്ചായിരുന്നു. KO മീൻസ് KO എന്ന് എഴുതിയാലും കുഴപ്പമില്ല, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, KO, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, KO. മനസ്സിലായോ? അതായത് അണ്ടർ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച് EBIT ആണ് നമ്മുടെ ബേസ്. EBIT എന്ന് പറയുന്നത് റിട്ടേൺ ആണ്. ആർക്കൊക്കെ ഉള്ള റിട്ടേൺ ആണ്? ഇക്വിറ്റിക്കും ഡെപ്റ്റിനും ഉള്ള റിട്ടേൺ ആണ്. ആണോ? ഡിവൈഡഡ് ബൈ അവരുടെ എക്സ്പെക്ടേഷൻ. ഇവിടെ KE എടുത്തത് നെറ്റ് ഇൻകം ഇക്വിറ്റിക്കാണ്, അതുകൊണ്ട് അവരുടെ എക്സ്പെക്ടേഷൻ KE എടുത്തു. പക്ഷേ ഇവിടെ EBIT എന്ന് പറയുന്നത് ഫേമിൻ്റെ എക്സ്പെക്ടേഷനാണ്, അല്ലെങ്കിൽ ഓവറോൾ എക്സ്പെക്ടേഷനാണ്. സോ ഡിവൈഡ് ബൈ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എടുക്കുന്ന നേരത്ത് നമുക്കിവിടെ ഡയറക്റ്റ് ആയിട്ട് V കിട്ടും, വാല്യൂ ഓഫ് ഫേം കിട്ടും. കാരണം അവരുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഓവറോൾ ആണ്. മനസ്സിലായോ? ഇനി എന്ത് ചെയ്യാം? S = V - D. ആ ടോട്ടൽ വാല്യൂ എത്രയാണോ അതിനകത്ത് നിന്ന് ഏത് മൈനസ് ചെയ്താൽ മതി? ടോട്ടൽ വാല്യൂ ആണോ അതിനകത്ത് നിന്ന് ഏത് മൈനസ് ചെയ്താൽ മതി? ഈ പറയുന്ന ഡെപ്റ്റിൻ്റെ വാല്യൂ മൈനസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇക്വിറ്റിയുടെ വാല്യൂ കിട്ടും. മനസ്സിലായോ? ഇത്രയും കൺഫ്യൂസ് ആയില്ലെങ്കിൽ ഒരു കുഞ്ഞ് എക്സാമ്പിളും കൂടെ പറയാം. ഇവിടെ നോക്കിയേ, ഈ 5 ലക്ഷം രൂപ എന്ന് പറയുന്നത് ആർക്കൊക്കെ അവകാശപ്പെട്ടതാ? ഇക്വിറ്റിക്കും ഡെപ്റ്റിനും അവകാശപ്പെട്ടതാ. അവിടെ നമ്മളൊരു സെപ്പറേഷൻ ചെയ്യുന്നില്ല. കമ്പനിയുടെ ഈ വർഷത്തെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 5 ലക്ഷമാണ്. സോ 5 lakh ഡിവൈഡ് ബൈ KO, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ചെയ്തു, നമ്മുടെ ടോട്ടൽ വാല്യൂ ഓഫ് ഫേം കിട്ടി. ഓക്കെ, സോ എന്ത് ചെയ്യാം? ആ വാല്യൂ ഓഫ് ഫേമിൽ നിന്ന് നമ്മൾ ഡിബഞ്ചറിൻ്റെ വാല്യൂ മൈനസ് ചെയ്യുന്നു, നമുക്ക് S കിട്ടും, ഇക്വിറ്റിയുടെ വാല്യൂ കിട്ടും. ആൻഡ് ദ സെക്കൻഡ് വൺ, നെറ്റ് ഇൻകം എന്ന് പറയുന്നത് ആർക്ക് മാത്രം അവകാശപ്പെട്ടതാ? നോക്കി, നെറ്റ് ഇൻകം എന്ന് പറയുന്നത് ആർക്ക് മാത്രം അവകാശപ്പെട്ടതാ? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് മാത്രം അവകാശപ്പെട്ടതാ. സോ നെറ്റ് ഇൻകം ഡിവൈഡ് ബൈ KE ചെയ്യുമ്പോൾ നമുക്ക് S കിട്ടും. ആണോ? ആ S + D എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വാല്യൂ ഓഫ് ഫേം എന്ന് പറയുന്ന സാധനം കിട്ടും. വാല്യൂ ഓഫ് ഫേം E = S + D. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? ഇത്രയും മനസ്സിലായാൽ നമുക്കൊരു 2 കാര്യങ്ങളും കൂടെ ഈ 2 തിയറത്തിനെ ബേസ് ചെയ്തുകൊണ്ട് പറയാനുണ്ട്. 2 കാര്യങ്ങൾ. അതായത് ഇതിനെ റിലവൻസി എന്നും ഇതിനെ ഇർറിലവൻസി തിയറം എന്നാണ് പറയുന്നത് നെറ്റ് ഇൻകത്തിന്. അതായത് അണ്ടർ നെറ്റ് ഇൻകം നമ്മളോട് പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? ഡെപ്റ്റ് ചീപ്പർ ആണെങ്കിൽ, കോസ്റ്റ് ഓഫ് ഇക്വിറ്റിനേക്കാൾ ചീപ്പായിട്ട് ഡെപ്റ്റ് കിട്ടുമെങ്കിൽ ആ ഡെപ്റ്റ് നമ്മുടെ ക്യാപിറ്റലിലോട്ട് വരുംതോറും നമ്മുടെ വാല്യൂ ഓഫ് ഫേം എന്ന് പറയുന്നത് കൂടിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ വാല്യൂ ഓഫ് ഇക്വിറ്റി എന്ന് പറയുന്നത് കൂടിക്കൊണ്ടിരിക്കും. എങ്ങനെയാ ശ്രദ്ധിച്ചേ? അതായത് വാല്യൂ ഓഫ് ഇക്വിറ്റി അല്ലെങ്കിൽ വാല്യൂ ഓഫ് ഫേം കണ്ടുപിടിക്കുന്ന നേരത്ത് ഡെപ്റ്റിന് ഒരു റിലവൻസ് ഉണ്ട്. ഏത് പ്രകാരം? നെറ്റ് ഇൻകം പ്രകാരം. അവിടെ പറയുന്നത് എന്നാണെന്നറിയാമോ? കോസ്റ്റ് ഓഫ് ഇക്വിറ്റിനേക്കാൾ കുറവാണ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എങ്കിൽ, അതായത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിനേക്കാൾ കുറഞ്ഞു കൊടുത്താൽ മതി ആർക്കെങ്കിൽ, ഡെപ്റ്റിന് കൊടുത്താൽ മതിയെങ്കിൽ ആ ഡെപ്റ്റിനെ നമ്മുടെ ക്യാപിറ്റലിലോട്ട് കൊണ്ടുവരും തോറും നമ്മുടെ ഫേമിൻ്റെ വാല്യൂ കൂടിക്കൊണ്ടേയിരിക്കും. മനസ്സിലായോ? പക്ഷേ അണ്ടർ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചിനകത്ത് പറയുന്ന കാര്യം എന്താണെന്നറിയാമോ? നിങ്ങൾ ഡെപ്റ്റ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തോ യാതൊരുവിധ മാറ്റവും ഇതിനകത്ത് ഉണ്ടാവാനുള്ള സാധ്യതയില്ല. മനസ്സിലായോ? ഏതിനകത്ത്? വാല്യൂ ഓഫ് ഫേം എന്ന് പറയുന്നതിനകത്ത് യാതൊരുവിധ മാറ്റവും ഉണ്ടാവാനുള്ള സാധ്യതയില്ല. സാധാരണ രീതിയിൽ ചോദിക്കുന്ന ഒരു ഡിഫറൻസ് അതാണ്. അതായത് നെറ്റ് ഇൻകത്തിനകത്ത് പറയുന്നത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റിനേക്കാൾ കുറവാണ് ഡെപ്റ്റ് എങ്കിൽ ശ്രദ്ധിക്കേണ്ടതാ. അതായത് ഇക്വിറ്റിക്ക് കൊടുക്കേണ്ടത് 10%, പക്ഷേ ഡെപ്റ്റിന് 8% കൊടുത്താൽ മതിയെങ്കിൽ മാത്രം, കോസ്റ്റ് ഓഫ് ഇക്വിറ്റിനേക്കാൾ കുറവാണ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എങ്കിൽ അങ്ങനെയുള്ള ഡെപ്റ്റ് കമ്പനിക്കകത്ത് കൊണ്ടുവരുന്നത് കൊണ്ട് കമ്പനിയുടെ വാല്യൂ കൂടത്തുള്ളൂ, അല്ലെങ്കിൽ ഇക്വിറ്റിയുടെ എക്സ്പെക്ടേഷൻ കൂടത്തുള്ളൂ, അല്ലെങ്കിൽ ഇക്വിറ്റിയുടെ വാല്യൂ കൂടത്തുള്ളൂ. പക്ഷേ രണ്ടാമത്തേതിനകത്ത് പറയുന്നത് നെറ്റ് ഓപ്പറേറ്റിംഗ് അപ്രോച്ച് പറയുന്ന പ്രകാരം അങ്ങനെയുള്ള യാതൊരുവിധ കാര്യങ്ങളുമില്ല. നിങ്ങൾ ഡെപ്റ്റ് കൂട്ടുകയോ കുറയ്ക്കുകയോ എന്നാന്ന് വെച്ചാൽ ചെയ്തോ, അതിന് ഇവിടെ യാതൊരുവിധ റിലവൻസും ഇല്ല. മനസ്സിലായോ? ഇനി ഈ തിയറംസ് പ്രകാരം നമ്മളോട് പഠിക്കാനുള്ള ഒരു 3-4 അസംഷൻസും കൂടെ ഉണ്ട്. അതിനകത്ത് ആദ്യത്തെ അസംഷൻ ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്, കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റിനേക്കാൾ കുറവായിരിക്കണം. അതായത് ഈ തിയറംസ് എല്ലാം പറയുന്നത് ആ ഒരു 3-4 അസംഷൻസിൻ്റെ ബേസിലാണ്. ഫസ്റ്റ് അസംഷൻ, കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്നത് ഇക്വിറ്റിനേക്കാൾ കുറവായിരിക്കണം. ആൻഡ് നമ്പർ 2, കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കണം. തുടക്കത്തിൽ 8% പലിശ കൊടുത്തു, പിന്നീട് 10%, പിന്നീട് 12%, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല. മനസ്സിലായി? ആൻഡ് ദ തേർഡ് അസംഷൻ എന്ന് പറയുന്നത് ടാക്സ് എന്ന് പറയുന്ന സാധനം ഇവിടെ ഇല്ല. കമ്പനിക്കകത്ത് ടാക്സ് എന്ന് പറയുന്ന സാധനമേ ഇല്ല.
മനസ്സിലായോ? സിറ്റുവേഷൻ മനസ്സിലായല്ലോ. ആൻഡ് ദ ഫോർത്ത് വൺ എന്ന് പറയുന്നത് എന്താ, വാല്യൂവിനകത്ത് യാതൊരുവിധ ചേഞ്ചും ഉണ്ടാവാൻ പാടില്ല. സിറ്റുവേഷൻ മനസ്സിലായോ? അതായത് നമ്മുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് വാല്യൂവിനകത്ത് ചേഞ്ച് വരണമെങ്കിൽ ഏതും കൂടെ കയറി വരണം, പ്രിഫറൻസും കൂടെ കയറി വരണം. ഇവിടെ അങ്ങനെ പാടില്ല. ഏത് മാത്രമേ പാടുള്ളൂ? ഇക്വിറ്റിയും ഡെപ്റ്റും മാത്രമേ പാടുള്ളൂ. സോ 4 അസംഷൻ്റെ ബേസിനകത്താണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പറയണേ. അസംഷൻ നമ്പർ 1, കോസ്റ്റ് ഓഫ് ഇക്വിറ്റിനേക്കാൾ കുറവായിരിക്കണം കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്. ആൻഡ് സെക്കൻഡ് വൺ, കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ആൻഡ് ദ തേർഡ് വൺ, ടാക്സ് എന്ന് പറയുന്ന സാധനമേ ഉണ്ടാവാൻ പാടില്ല. ആൻഡ് ദ ഫോർത്ത് വൺ, നമ്മുടെ ക്യാപിറ്റലിനകത്ത് ഏതുവരെ മാത്രമേ പാടുള്ളൂ, ഏതിന് മാത്രമേ ഇമ്പോർട്ടൻസ് കൊടുക്കാവൂ? ഈ പറയുന്ന ഡെപ്റ്റിനും ഇക്വിറ്റിക്കും മാത്രമേ ഇമ്പോർട്ടൻസ് കൊടുക്കാവൂ. പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. സോ നോക്കിയേ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? ചുമ്മാ എല്ലാം കൂടെ ഒന്ന് ഓർത്തെടുത്തേ. ക്യാപിറ്റൽ സ്ട്രക്ചർ ആണ് പറഞ്ഞത്. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് നമ്മുടെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്ന സാധനം കണ്ടുപിടിക്കണേ. മാർക്കറ്റ് വാല്യൂ ഓഫ് ഫേം. സോ ഹിയർ മാർക്കറ്റ് വാല്യൂ ഓഫ് ഫേം വി ഈക്വൽ ടു എസ് പ്ലസ് ഡി. എസ് എന്ന് പറയുന്നത് ഏതാ? ഇക്വിറ്റിയുടെ വാല്യൂ ആണ്. ഡി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ട് കിടക്കുന്ന ഡെപ്റ്റിൻ്റെ വാല്യൂ ആണ്. സോ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 2 മെത്തേഡ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഒന്നിനെ നെറ്റ് ഇൻകം അപ്രോച്ച് എന്നും പിന്നെ ഒന്ന് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച് എന്നും പറഞ്ഞു. നെറ്റ് ഇൻകം മീൻസ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. സോ അതേ ഡിവൈഡ് ബൈ അവരുടെ എക്സ്പെക്ടേഷൻ. ദാറ്റ് മീൻസ് നെറ്റ് ഇൻകം ഡിവൈഡ് ബൈ കെ ഇ ചെയ്യുമ്പോൾ എസ് കിട്ടും. എസിൻ്റെ കൂടെ ഡി ആഡ് ചെയ്താൽ വി ആയി, വാല്യൂ ഓഫ് ഫേം ആയി. നെറ്റ് ഓപ്പറേറ്റിംഗ് അപ്രോച്ച് പ്രകാരം EBIT ആണ്. EBIT അവകാശപ്പെട്ടത് ആർക്കൊക്കെയാണ്? ഇക്വിറ്റിക്കും ഡെപ്റ്റിനും അവകാശപ്പെട്ടതാണ്. സോ EBIT എന്ന് പറയുന്നത് 2 പേരുടെ എക്സ്പെക്ടേഷൻ കയറി വരും. അതുകൊണ്ട് ഡിവൈഡ് ബൈ KO ചെയ്യാം, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ചെയ്യാം. സോ EBIT ഡിവൈഡ് ബൈ KO ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വാല്യൂ ഓഫ് ഫേം കിട്ടും. ആ വാല്യൂ ഓഫ് ഫേമിൽ നിന്ന് എന്ത് മൈനസ് ചെയ്താൽ മതി? ഈ പറയുന്ന ഡെപ്റ്റ് ഡി എന്ന് പറയുന്ന സാധനം മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എസിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, നമുക്കൊരു 1-2 പ്രോബ്ലം കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് പെട്ടെന്ന് അങ്ങ് മനസ്സിലാവും. നമുക്കൊരു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്കൊരു കുഞ്ഞ് എക്സാമ്പിൾ നോക്കാം, പ്രോബ്ലത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഓക്കെ, അതായത് ഒരു 5 ലക്ഷം രൂപ നമുക്ക് EBIT ഉണ്ടായിരുന്നു, 5 lakhs. അതിനു മുമ്പ് നമ്മുടെ ക്യാപിറ്റൽ പറയാം. ക്യാപിറ്റൽ ടോട്ടൽ 50 ലക്ഷം രൂപയായിരുന്നു ക്യാപിറ്റൽ. ഓക്കെ, ഈ ക്യാപിറ്റൽ വന്നത് 10 ലക്ഷം ഡിബഞ്ചറാണ് അറ്റ് ദ റേറ്റ് ഓഫ് 10%. ബാലൻസ് 40 ലക്ഷം രൂപയുടെ ഏതും കിടപ്പുണ്ട്, ഇക്വിറ്റിയും കിടപ്പുണ്ട്. ദാറ്റ് മീൻസ് ഇവിടെ 1:4 എന്നുള്ള രീതിയിലാണ് നമ്മൾ 50 ലക്ഷം രൂപയുടെ ക്യാപിറ്റൽ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കിയേ, EBIT എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയുണ്ട്. ദാറ്റ് മീൻസ് ഓപ്പറേറ്റിംഗ് ഇൻകം എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയുണ്ട്. ഇൻട്രസ്റ്റ് ആയിട്ട് എത്ര കൊടുക്കേണ്ടി വരും? 10 ലക്ഷമാണ് ഡിബഞ്ചറിൻ്റെ വാല്യൂ അല്ലേ? 10% പലിശ എന്ന് പറയുമ്പോൾ 1 ലക്ഷം രൂപ ഡിബഞ്ചർ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. സോ 5 lakh മൈനസ് 1 lakh നമുക്ക് എത്ര വരും? 4 lakh വരും നമ്മുടെ എന്ത്? നെറ്റ് ഇൻകം. ദാറ്റ് മീൻസ് ഇതിനെ നമുക്ക് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം എന്നും ഈ പറയുന്ന 4 lakhനെ നമുക്ക് നെറ്റ് ഇൻകം എന്നും പറയാം. ഇനി നോക്കിയേ, ഇതേ പ്രോബ്ലം നമുക്ക് 2 രീതി ഡിസ്കസ് ചെയ്യാം അണ്ടർ നെറ്റ് ഇൻകം അപ്രോച്ച്. നെറ്റ് ഇൻകം അപ്രോച്ചിനകത്ത് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഏതിനാ? 4 lakhനാ അല്ലേ? ദാറ്റ് മീൻസ് രണ്ടവിടെയും V ഈക്വൽ ടു S പ്ലസ് B തന്നെയാണ്, അല്ലെങ്കിൽ S പ്ലസ് D തന്നെയാണ്. V ഈക്വൽ ടു S പ്ലസ് D തന്നെയാണ്. ഡെപ്റ്റ് ആണ്, S പ്ലസ് D തന്നെയാണ്. പക്ഷേ ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എസ്സിനാണ്, ആണോ? അതായത് ഇവരുടെ KE എന്ന് പറയുന്നത് ഒരു 12% ആണെന്ന് വിചാരിക്കുക. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ എക്സ്പെക്ടേഷൻ ഒരു 12% ആണെന്ന് വിചാരിക്കുക. സോ ഇവിടെ എസ് എങ്ങനെ കണ്ടുപിടിക്കാം? 4 lakh ഡിവൈഡ് ബൈ 0.12 ആണോ? 4 lakh ആണ് ഇക്വിറ്റിയുടെ ഏർണിങ്സ്. സോ 4 lakh ഡിവൈഡ് ബൈ 0.12 എത്ര വരും? 33,333 വരും എസ്. ചെയ്ത് മനസ്സിലായോ? ഡിയുടെ വാല്യൂ എത്രയാണ്? ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. 10 ലക്ഷം രൂപയാണ് ഡിബഞ്ചറിൻ്റെ വാല്യൂ. സോ ഡി ഈക്വൽ ടു 10 lakhs. ദാറ്റ് മീൻസ് വി എന്ന് പറയുമ്പം എത്ര വരും? 43,33,333 വരും. ചെയ്ത് മനസ്സിലായല്ലോ? അവിടെ നെറ്റ് ഇൻകത്തിനാണ് ഇമ്പോർട്ടൻസ്. അതുകൊണ്ട് നെറ്റ് ഇൻകം ഡിവൈഡ് ബൈ KE ചെയ്തു, എസ് കണ്ടുപിടിച്ചു, പ്ലസ് ഡി ചെയ്തു, നമുക്ക് എന്ത് കിട്ടി? വി കിട്ടി. ഇനി നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച് അനുസരിച്ച് ഇവിടെ നമ്മുടെ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം എന്ന് പറയുന്നത് എത്രയാണ്? 5 lakh അല്ലേ? സോ ആ 5 lakh അവകാശപ്പെട്ടത് ആർക്കൊക്കെയാണ്? ഇക്വിറ്റിക്കും ഡെപ്റ്റിനും കൂടിയിട്ടാണ്. സോ നമ്മൾ പഠിച്ചത് എങ്ങനെയായിരുന്നു? നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം ആണെങ്കിൽ V ഈക്വൽ ടു EBIT ഡിവൈഡ് ബൈ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാം. എത്രയാ?
KD 10%, KE 12%, അല്ലേ? നോക്കി, KD 10%, കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് 10%, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി 12%. സോ എത്രയൊക്കെയാണ്? 10 ലക്ഷം ഡെപ്റ്റും 40 ലക്ഷം ഇക്വിറ്റിയാണ്. സോ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ KO എന്ന് പറയുമ്പം 10/50 × 0.10, അല്ലേ? പ്ലസ് 40/50 × 0.12. ചെയ്ത് മനസ്സിലായോ? വെയിറ്റ് ആണ്, ഇതാണ് അതിൻ്റെ വെയിറ്റ്, ഡെപ്റ്റിൻ്റെ വെയിറ്റാണ്. ടോട്ടൽ 50 ആണ്, അതിൻ്റെ അകത്ത് 10 ആണ് ഡെപ്റ്റിൻ്റെ വെയിറ്റ്. ഇവിടെ 40 ആണ് ഡെപ്റ്റിൻ്റെ വെയിറ്റ്. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് 10ഉം കോസ്റ്റ് ഓഫ് ഇക്വിറ്റി 12ഉം. സോ എത്ര വരും? 10/50 × 10 പ്ലസ് 40/50 × എത്ര വരും? 11.6 വരും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 11.6 വരും. ചെയ്ത് മനസ്സിലായോ? സോ ഇവിടെ V = EBIT 5 ആണ്, 5 lakh ഡിവൈഡ് ബൈ 0.116, 11.6% ആട്ടോ. 0.116 എത്ര വരും? 5 lakh ഡിവൈഡ് ബൈ 0.116, 43,10,344 വരും V വാല്യൂ 4. ഇതിൽ നിന്ന് ഏത് മൈനസ് ചെയ്യാം? D 10 lakh ആയിട്ടുള്ള ഡിബഞ്ചർ മൈനസ് ചെയ്യാം. സോ S എത്ര വരും? 33,10,344 വരും. സാധാരണ രീതിയിൽ എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, സാറേ ഇതും സെയിം ആയിരിക്കണേ എന്ന്. ഒരു നിയമവുമില്ല, മനസ്സിലായോ? അങ്ങനെ സെയിം ആവത്തുമില്ല. രണ്ട് രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. സോ പഠിച്ച കാര്യങ്ങൾ ഇറ്റ്സ് എ കൺക്ലൂഷൻ. എന്താണ്? വാല്യൂ ഓഫ് ഫേമിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്, അല്ലേ? ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മൾ വാല്യൂ ഓഫ് ഫേം എങ്ങനെയാണ് കണ്ടുപിടിക്കാം എന്നാണ് പറഞ്ഞത്. രണ്ട് രീതിയിലാണ്, രണ്ട് കാര്യങ്ങളാണ്, അല്ലെങ്കിൽ രണ്ട് അപ്രോച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നെറ്റ് ഇൻകം അപ്രോച്ചും നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചും. നെറ്റ് ഇൻകം അപ്രോച്ച് അനുസരിച്ച് ആദ്യം നമ്മൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കണ്ടുപിടിക്കുന്നു, കാരണം നെറ്റ് ഇൻകം ആണ്, ഇക്വിറ്റിയുടെ ആണ്. സോ നെറ്റ് ഇൻകം ഡിവൈഡ് ബൈ KE ചെയ്യുമ്പോൾ S കിട്ടും. ഡിബഞ്ചറിൻ്റെ വാല്യൂ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? വാല്യൂ ഓഫ് ഫേം വരും. നെറ്റ് ഓപ്പറേറ്റിംഗ് അപ്രോച്ച് ആണെങ്കിലോ അവിടെ ഓപ്പറേറ്റിംഗ് ഇൻകത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, EBITക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ EBIT ഡിവൈഡ് ബൈ KO മീൻസ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ നമുക്ക് V കിട്ടും, അതിൽ നിന്ന് D മൈനസ് ചെയ്യുമ്പോൾ S കിട്ടും. രണ്ട് കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന് എന്തൊക്കെയാണ് ഇതിൻ്റെ അസംഷൻസ്, എന്തൊക്കെയായിരുന്നു? ഇവിടെ ഡെപ്റ്റും ഇക്വിറ്റിയും മാത്രമേ ഉള്ളൂ, ടാക്സ് ഇല്ല, ടാക്സ് എന്ന് പറയുന്ന സാധനമേ ഇല്ല. പിന്നെ ഡെപ്റ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇതൊക്കെയാണ് നമ്മൾ അസംഷൻ ആയിട്ട് ഡിസ്കസ് ചെയ്തത്. ഇനി കൂടാതെ ഒരു കാര്യം കൂടെ പറഞ്ഞത്, അണ്ടർ നെറ്റ് ഇൻകം അപ്രോച്ച് റിലവൻസ് ആണ്. അതായത് ഡെപ്റ്റ് കൂടുന്തോറും നമുക്ക് ഏതിനകത്ത് വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട്? ഈ പറയുന്ന വാല്യൂ ഓഫ് ഫേമിന് വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ EBIT അല്ലെങ്കിൽ നെറ്റ് ഓപ്പറേറ്റിംഗ് അപ്രോച്ച് അനുസരിച്ച് നിങ്ങൾ ഡെപ്റ്റ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തോ യാതൊരുവിധ റിലവൻസും ഉണ്ടാവില്ല. ഓക്കെ, ഇതിൻ്റെ പ്രോബ്ലംസും കൂടെ ഞാൻ തരാം, അതൊന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് നമുക്ക് ബാക്കി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ.